നിയമസഹായം എന്നത് ഓരോ വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള അവകാശമാണ്. ഈ അവകാശം ഓരോ ഇന്ത്യൻ പൗരനിലേക്കും എത്തിക്കുക എന്ന ആശയത്തിനെ ഊന്നിക്കൊണ്ടാണ് നിയമസേവന അതോറിറ്റി പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി കെൽസ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നാൽസയുടെ ഒരു തീം സോങ് ഉണ്ട്, എഹ്സാസ് ന്യായിക്ക സബ്കെ ലിയെ, എല്ലാവർക്കും നിയമം സഹായം എത്തിക്കുക, ആക്സസ് ഓഫ് ജസ്റ്റിസ് ഫോർ ഓൾ എന്ന ആശയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെൽസയാവട്ടെ നാൽസയാവട്ടെ ഒരുപാട് സ്കീമുകൾ രൂപീകൃതപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലയിലെയും നിയമസേവന അതോറിറ്റി പ്രവർത്തിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രത്യേകം സ്കീമുകളുണ്ട്. നിരാലംബരായ കുട്ടികളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കീമുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയും ഇതുപോലെ കെൽസ സ്കീമിനെ അടിസ്ഥാനപ്പെടുത്തി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഗോത്രവർദ്ധൻ എന്ന പേരിൽ നമുക്ക് ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാമെന്നുള്ളത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഒരു കമ്മിറ്റി മോണിറ്റർ ചെയ്തുകൊണ്ട് ഗോത്രവർദ്ധൻ എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. നിരാലംബരായ ആളുകൾക്ക് നിയമസഹായം എത്രമേൽ ബലപ്പെട്ട് ഏതെല്ലാം രീതിയിൽ നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് കെൽസ നാൽസ എല്ലാം തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരുപാട് സ്കീമുകളുണ്ട്. നമുക്ക് ചിന്തിക്കേണ്ടത് ഈ സ്കീമുകളൊക്കെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ പൗരന്മാർക്ക് എത്രമാത്രം അറിവുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത്തരം സ്കീമുകൾ ഉണ്ടെന്നും ഇവർക്ക് വേണ്ടിയെല്ലാം തന്നെ ഇവരുടെ സഹായത്തിനായി അല്ലെങ്കിൽ അവർക്ക് നിയമസഹായത്തിൻ്റെ രൂപേണയും ലീഗൽ എയ്ഡിൻ്റെ രൂപേണയും എല്ലാം തന്നെ കെൽസയും ഡിസ്ട്രിക്ട് ലെവലിൽ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ 2025 ജൂൺ 21 ശനിയാഴ്ച ദിവസം ഒരു ഡിസ്ട്രിക്ട് ലെവൽ കോൺഫറൻസ് നടത്തുവാനായിട്ട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഓരോ വ്യക്തിക്കും നിയമസഹായം എത്തിക്കുക, അതിനെക്കുറിച്ചുള്ള അവബോധം നൽകുക, ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അധികാരികളും ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.